എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചിട്ടില്ല. ചേച്ചി എന്തെങ്കിലും കഴിച്ചാ? ഇല്ല, എൻ്റെ പേര് ഷജിമി. ഷജിമി. ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, സഹായിക്കുകയൊന്നുമില്ല കുടുംബത്തില്? ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. ഞാൻ വീട് വിട്ട് ഇറങ്ങി വന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ? പള്ളിയിൽ നിന്ന് പുറത്താക്കിയ. ഇതാണ് നീ കഴിക്കാൻ പോണേ? രണ്ടുപേരും രാവിലെ വാരി കഴിച്ചതാ ഇത്. ഇതാണ് നിങ്ങൾ രാവിലെ വാരി കഴിച്ചേ? കട പോയിട്ട് ഒരു 5000 ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരവോ ഒരു രാത്രിയത്തേക്കെന്ന് ചോദിച്ചെന്നോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോടുന്ന ഒരുപാട് കുട്ടികളുടെ കഥ നമ്മൾ ഇതിൻ്റെ മുന്നേയും നമ്മൾ വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ അല്ലാണ്ടുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട സജിമി എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു കണ്ണ് നനയിക്കുന്ന ഒരു കഥ തീർച്ചയായിട്ടും ഒരു നെഞ്ചെടുപ്പോടല്ലാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തീർക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ, നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് സാർവത്രികമായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ്. 10 മാസം വയറ്റിൽ ചുമന്ന് കൊണ്ടു നടന്ന നമ്മുടെ ഉമ്മയെയും അതുപോലെ തന്നെ വാപ്പയെയും അതുപോലെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കണ്ട ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന നമ്മൾ പെൺമക്കൾ തീർച്ചയായിട്ടും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അവസാനം അത്തരത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഒന്നുകിൽ റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ഒരു തുണ്ട് കയറിലോ അതുപോലെയൊക്കെ അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടത്. അതുമല്ലാതെ ചില കുട്ടികൾ തീർച്ചയായിട്ടും ഇതുപോലെ റോഡിൻ്റെ അരികിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് അന്യരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുന്ന ഒരുപാട് സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു സന്ദർഭമാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. കാരണം നാളെ ഒരിക്കലും നമ്മുടെ മക്കൾ ഇത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. എന്താണ് ആ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് സജിമിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കതൊന്ന് കാണാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഇല്ല, 2 ദിവസമായി ഞങ്ങളൊന്നും കഴിച്ചില്ല. ചേച്ചി ഇതൊരു ചലഞ്ചാണ്. ചേച്ചിക്ക് ഇതിൽ ഏത് വേണം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് ആ പൈസ ചേച്ചിക്ക് കിട്ടും. രാവിലെ മുതൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഞങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചിട്ടില്ല. ചേച്ചി ഇപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് തുടങ്ങുകയാണെങ്കിൽ ചേച്ചിക്ക് പൈസ കിട്ടും. 2000 ഉണ്ട്, 3000 ഉണ്ട്, 5000 ഉണ്ട്. ചേച്ചിക്ക് അതുകൊണ്ട് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടില്ലേ? ചേച്ചി എന്തെങ്കിലും കഴിച്ചാ? എൻ്റെ പേര് ഷജിമി. ഷജിമി. എന്താ കഴിക്കാത്ത? ആക്സിഡന്റ് ആയിട്ടും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയില്ല. വീട്ടിന്റെ റെന്റ് കൊടുക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ്. ഓണർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇല്ല, ഉപേക്ഷിച്ചു പോയത്. നിങ്ങൾ 3 പേരും ഒന്നും കഴിച്ചിട്ടില്ലേ? ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, 2 മക്കൾ വിശന്ന് വലഞ്ഞിട്ട് അവരെയും കൊണ്ട് റോഡുമേലേക്ക് തെണ്ടാനിറങ്ങിയ ഒരു ഉമ്മയുടെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. മക്കൾ നേരം വെളുത്തിട്ട് ഇത്രയും സമയമായിട്ട് പോലും ഒരു ഭക്ഷണവും കഴിക്കാതെ വിശന്ന് കരഞ്ഞതുകൊണ്ട് ആ സ്ത്രീക്ക് ഗത്യന്തരമില്ലാതെ റോഡുമേലേക്ക് ഇറങ്ങിയതാണ്. അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ എടുത്തുചാട്ടം തന്നെയാണ്. അതുപോലെ തന്നെ വീടിൻ്റെ വാടക കൊടുത്തിട്ടില്ല എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ഒരുപാട് മാസമായതുകൊണ്ട് വീടിൻ്റെ വാടക കൊടുക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ വിശപ്പ് മാറ്റാൻ ഒരു ഗത്യന്തരവുമില്ലാതെ അന്യരുടെ മുന്നിൽ കൈനീട്ടുന്ന സജിമിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 10 മാസം വയറ്റിൽ ചുമന്ന് പറന്ന ഉമ്മയെയും കുടുംബക്കാരോടും അതുപോലെ തന്നെ നാട്ടുകാരോടും വീട്ടുകാരോടും ഇല്ലാത്ത എന്ത് സ്നേഹമാണ് നിങ്ങൾക്ക് ഇന്നലെ കണ്ട ഒരുത്തലിൽ നിങ്ങൾക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ച നിമിഷം തന്നെ നിങ്ങളത് ചിന്തിക്കണമായിരുന്നു. അത് നിങ്ങൾ ചിന്തിക്കാത്തതിൻ്റെ ഒരു ഫലമാണ് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളും നിങ്ങളുടെ ഈ 2 പിഞ്ചു കുട്ടികളും അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരെ കൂടി നിങ്ങൾ അതിലൊരു പാകവാക്കാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ആ സ്ത്രീക്ക് സംഭവിച്ച മറ്റൊരു കാര്യം നമുക്കതുകൂടി. ഒന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല, സഹായിക്കുകയൊന്നുമില്ല കുടുംബത്തില്? ഇല്ല, ഞാനൊരു മുസ്ലിമാണ്. ഞാൻ വീട് വിട്ട് ഇറങ്ങി വന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കിയ? പള്ളിയിൽ നിന്ന് പുറത്താക്കിയ. ആത്മഹത്യക്ക് എനിക്ക് ശ്രമിച്ചത്. കാരണം എൻ്റെ മോൾ അങ്ങനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരു നിവർത്തിയില്ല. എന്തെങ്കിലും കഴിച്ചാടാ നീ? ആഹാരം കഴിച്ചേ? ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ 2 പേർക്കും രാവിലെ വൈകുന്നേരം കൂടെ കൊടുത്തില്ല. ഇത്രയൊക്കെ സ്നേഹിച്ച മനുഷ്യൻ്റെ കൂടെ വീട്ടുകാരെയും വേണ്ട ഉപ്പയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയ സമയത്ത് തീർച്ചയായിട്ടും ആ കരങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള നിങ്ങളുടെ ഒരു ഉത്തമ വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇന്നെന്താണ് സംഭവിച്ചത്? അദ്ദേഹം 2 മക്കളെ സമ്മാനിച്ചതിന് ശേഷം ഇവരെ അവിടെ എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട് വിട്ടു. ഇപ്പോൾ ഈ ഉമ്മയും അതുപോലെ തന്നെ ഈ 2 കുട്ടികളും തീർച്ചയായിട്ടും പുറംപോക്കിലാണ്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും അവർ പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛനില്ല. തീർച്ചയായിട്ടും ആ കുട്ടികളെ പോറ്റാൻ ഈ ഉമ്മയ്ക്ക് ഗതിയുമില്ല. കാരണം ആക്സിഡൻറ്റ് പറ്റിയിട്ട് കൈ ഉയർത്താൻ പോലും പറ്റാതെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്.
ഇതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കാണണം. ഈ സജ്മിയുടെ കണ്ണുനീർ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണണം. ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളിൽ ഏകദേശം ഒരു 50%-ലധികവും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്ന് 100% നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ സമ്മതത്തോടു കൂടി അവർ ആലോചിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയെങ്കിലും സാധിക്കും. ഇന്നിവരെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. കാരണം മാസത്തിനപ്പുറം പോയത് കൊണ്ട് തീർച്ചയായിട്ടും മഹലിൽ നിന്ന് പുറത്താക്കി. കുടുംബക്കാർ ഉപേക്ഷിച്ചു, നാട്ടുകാർ ഉപേക്ഷിച്ചു, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ധൈര്യത്തിൻ്റെ പുറത്ത് അവസാനം അവരുടെ ഭർത്താവും ഉപേക്ഷിച്ചു. തീർച്ചയായിട്ടും അവസാനമായിട്ട് ഒരു ഹൈന്ദവ സഹോദരനായ സൂരജ് എന്ന് പറയുന്ന ഒരു ബ്ലോഗറുടെ മുമ്പിലാണ് ഈ സ്ത്രീ വന്ന് പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് കഴിയുന്ന തീർച്ചയായിട്ടും സഹായങ്ങൾ, അദ്ദേഹം ഒരു മണിച്ചീന് ഒരു കോമ്പറ്റീഷൻ എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന സഹായം അദ്ദേഹം ചെയ്തു. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഒന്ന് അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. എന്താണ് അദ്ദേഹം ചെയ്തത് നമുക്ക് ബാക്കി വിടുക. അപ്പോൾ എന്തായാലും ഇതൊരു ചലഞ്ചായിട്ട് വന്നതാണ്. ഇതിൽ ഇഷ്ടമുള്ള ഒരു കളർ തൊടുക. കളർ തൊട്ട് കഴിഞ്ഞാൽ അതിലൊരു പൈസ ഉണ്ട്, ആ പൈസ നിങ്ങൾക്ക് കിട്ടും. ചേച്ചി അത് തൊട്ടത് 5000 രൂപയാണ്. ചേച്ചി 5000 രൂപയാണ് തൊട്ട്, ഇപ്പൊ 5000 രൂപ. അപ്പൊ ഈ 5000 പൈസ കിട്ടി കഴിഞ്ഞാൽ ചേച്ചി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കും. രാവിലെ എൻ്റെ മോള് വിശന്ന് കരയുമായിരുന്നു. എന്തെങ്കിലും അമ്മ വിശക്കെന്ന് വെച്ചാൽ ചായ കേട്ടപ്പോഴത്തേക്കും പച്ചവെള്ളവും ഞാൻ അതിനെ ശ്രമിച്ചത് ഒത്തിരി. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പാവം ചെയ്തു. നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ വിജയിച്ചിരിക്കുകയാണ്. 5000 രൂപയാണ് ചേച്ചിക്ക് പ്രൈസ് അടിച്ചിരിക്കുന്നത്. 5000 രൂപ ഒന്നുമില്ലാതെ ഒന്നുമില്ലാതിരുന്നതാ. എന്റെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിനെങ്കിലുള്ള കാശ് എനിക്ക് കിട്ടി. അത് വളരെ സന്തോഷമുണ്ട്. ഇപ്പം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, എന്നിട്ട് പുള്ളി വേറെ പോയി. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കായി. പുള്ളി തമിഴാണ് ആടല്ലേ, അങ്ങനെയാണ് ഇവിടെ തമിഴ്നാട്ടിലെത്തിയത്. നിങ്ങളെ സ്ഥലം പറഞ്ഞത് ബാലരാപുരത്താണ് വീട്. മലയാളിയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വേറെ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് പള്ളിയിൽ നിന്നും പുറത്താക്കി. ഇപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ബന്ധുക്കളും ഇല്ല, പള്ളിയിൽ നിന്ന് സഹായമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുക. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് 5000 രൂപ കിട്ടുന്ന സമയത്ത് സജ്മി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവസാനം ആ വീട്ടിലേക്ക് പോയ സമയത്ത് ആ വീടിൻ്റെ ഒരു അവസ്ഥയെല്ലാം നിങ്ങൾ കണ്ടു കാണും. അരിയൊന്നും മട്ടിനിൽ വാങ്ങി വെച്ചിട്ട് മാസങ്ങളായി. അതുപോലെ തന്നെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. നമുക്കത് വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട അനാഥരായ, അല്ലെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത, മഹലത്തിൽ നിന്നെല്ലാം പുറത്താക്കിയ, വീട്ടിൽ നിന്നെല്ലാം പുറത്താക്കിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ജീവിതം തള്ളി നീക്കുന്നുണ്ട് എന്ന് ഈ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലോഗിനെ കൊണ്ട് സാധിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ വലിയൊരു നന്മയാണ് ചെയ്തത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഇതൊക്കെ പുറം ലോകം കാണണം, കണ്ട് മനസ്സിലാക്കണം. ഇനി അവസാനമായിട്ട് അവർ പറയുന്ന ഒരു ഡയലോഗ്, ആ ഒരൊറ്റ ഡയലോഗാണ് തീർച്ചയായിട്ടും എന്നെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അതെന്താണ് എന്നല്ലേ, തീർച്ചയായിട്ടും നമുക്ക് ആ കുട്ടികൾക്ക് കുടിക്കാൻ വെച്ച കഞ്ഞിയും ആ ഡയലോഗും നമുക്കൊന്ന് കാണാം. ഇതാണ് നീ കഴിക്കാൻ പോണേ? രാവിലെ വാരി കഴിച്ചതാ ഇത്. ഇതാണ് നിങ്ങൾ രാവിലെ വാരി കഴിച്ചേ? കട പോയിട്ട് ഒരു 5000 ചോദിച്ചപ്പോഴത്തേക്ക് എന്നോടൊപ്പം വരോ ഒരു രാത്രിയത്തേക്കെന്ന് ചോദിച്ചു. വളരെ ഉപകാരമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി മാറ്റിയത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, 2 ദിവസം മുന്നേ വെച്ച കഞ്ഞിയുടെ അവശിഷ്ടങ്ങൾ അടങ്ങിയ ആ പുളിച്ച കഞ്ഞിയുടെ ഏതാനും ചില ഭാഗങ്ങൾ ബാക്കിയുണ്ട്. അത് വാരി തിന്നിട്ടാണ് രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് തന്നെ ബാക്കി വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശകലം മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ എത്ര സുഭിക്ഷമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, എത്ര സന്തോഷവാന്മാരായിട്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത്തരത്തിൽപ്പെട്ട ഇറങ്ങിപ്പോകുന്ന ഈ സ്ത്രീകളുടെ മക്കളുടെ ഒരു അവസ്ഥയാണിത്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ, നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവരെ കാണിക്കണം. തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് അവർക്ക് വലിയൊരു പാഠം സ്വന്തമായിട്ട് അവർക്ക് പഠിക്കാനുണ്ട്. ഇനി അവസാനമായിട്ട് നിങ്ങൾ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം വീടിന് വാടക കൊടുക്കാൻ വേണ്ടി 5000 രൂപയ്ക്ക് ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു ദിവസം രാത്രി എൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് ആ സ്ത്രീയോട് അവൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾ. നിങ്ങൾ സ്ത്രീകളൊക്കെ പറയും, എനിക്കാരുമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്ത് ജീവിച്ചു കൊള്ളാം, ഞാൻ മക്കളെ പോറ്റിക്കൊള്ളാം എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത്തരത്തിൽപ്പെട്ട സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരാളുടെ തുണയില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ നാട്ടിൽ വളരെ വിരളമാണ്. ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, വിരളമാണ്. ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർക്കെതിരെ തീർച്ചയായിട്ടും മനുഷ്യന്മാർ മറ്റൊരു കണ്ണിൽ കൂടിയാണ് നിങ്ങളെ കാണാനും നിങ്ങളെ സമീപിക്കാനും പോകുന്നത് എന്നുള്ള ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ്. കാരണം ആ പിഞ്ചു മക്കളെയും കൊണ്ട് അമ്മ പോയിട്ട് ചോദിച്ചപ്പോൾ ഒരു രാത്രി വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽപ്പെട്ട കഴുകന്മാരുടെ മനസ്സുള്ള ഒരുപാട് ആൾക്കാർ ഇനിയും നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളെ നോക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ പെൺമക്കൾ തീർച്ചയായിട്ടും
പോകാൻ വേണ്ടി പാടില്ല എന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും അത്തരത്തിൽപ്പെട്ട തീരുമാനമെടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ അത്തരത്തിൽപ്പെട്ട ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടുക. അല്ല എങ്കിൽ അവസാനമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നോ രണ്ടോ മക്കളുണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പൊടി തട്ടിപ്പോയാൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ അധികം ദൂരമൊന്നും അല്ലെങ്കിൽ അധികം സമയമൊന്നും വേണ്ടി വരില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.